മുല്ലവള്ളിയും തേന്മാവും. നീ ഒരു മന്ദബുദ്ധിയാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു നന്ദേ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതെൻ്റെ വെറും തോന്നലല്ലായിരുന്നു എന്ന്. ഇങ്ങനെ ഒരു പൊട്ടി. ശില്പ അവളുടെ തലയിൽ ഒന്ന് മേടി വിട്ടു. നന്ദ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് തല തടവി. അഭിമന്യു എന്നവൻ നിന്നെ അറക്കാനാണ് കൊണ്ടുവന്നത്, അല്ലാതെ വളർത്താനല്ല. ശില്പയും കണ്ണുരുട്ടി. അതെനിക്കറിയാം. പറയുമ്പോൾ നന്ദയുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി വന്നു. ദൈവമേ, നീ ഇതിൻ്റെ തലക്കകത്ത് തലച്ചോറ് ഫിക്സ് ചെയ്യാൻ മറന്നതാണോ? ശില്പ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തെ വിളിച്ചുപോയി. എന്നാലും നീ ആ ഡേവിഡിനോട് അങ്ങനെ ചെയ്തത് മോശമായി പോയി നന്ദേ, ശില്പ അവളെ ശാസനയോടെ പറഞ്ഞു. നന്ദ ഒന്നും മിണ്ടിയില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ ആ സമയം മുതൽ ഡേവിഡ് മാത്രമാണ് നന്ദയുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ശില്പയോട് അവൾ വള്ളിപുള്ളി വിടാതെ എല്ലാം തുറന്നു പറഞ്ഞു. ശില്പയ്ക്ക് ഇതെല്ലാം ഡേവിഡ് പറഞ്ഞറിയാമെങ്കിലും ശില്പ അതൊന്നും അറിയാത്ത ഭാവം നടിച്ചു. ഈ ഒരു ദിവസം അവനെക്കുറിച്ച് മാത്രമായിരുന്നു നന്ദയുടെ ചിന്ത. അവനോളം സ്നേഹത്തോടെ തന്നെ ആരും നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു നന്ദക്ക്. അവൻ്റെ പോലെ ഇന്നേ വരെ തന്നെ ആരും ചേർത്ത് പിടിച്ചിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ അവൻ്റെ കൈകളിലേക്ക് അഭിമന്യു പറഞ്ഞ പോലെ ആ പണം പിടിച്ചപ്പോൾ അവനിൽ കണ്ട ആ ഭാവം, ആ നിമിഷം ഓർക്കെ നന്ദ സ്വയം ശപിച്ചുപോയി. അഭയം തന്ന ഒരാളോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഇനിയൊന്ന് മാപ്പ് പറയാൻ പോലും ഡേവിഡിന് തനിക്ക് മുമ്പിൽ കിട്ടുമെന്ന് നന്ദക്ക് തോന്നുന്നില്ല. ഇടി നന്ദേ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നോട് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞത് നിമിഷയല്ലേ? എന്നിട്ട് എന്തിനാ അവൾ പിന്നെയും നിന്നെ ഇവിടെ എത്തിക്കാൻ അഭിയോട് പറഞ്ഞത്? ശില്പ ആലോചനയോടെ ചോദിച്ചു. എനിക്കറിയില്ല. നന്ദ ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കി. അല്ലേലും നിനക്ക് എന്ത് മാങ്ങാത്തൊലിയാ അറിയുന്നേ? ശില്പ ചുണ്ടൊന്നു കൂട്ടി. പക്ഷെ ശില്പക്ക് അതങ്ങ് വെറുതെ വിടാൻ വയ്യ. അവൾക്ക് നിമിഷ പെട്ടെന്ന് തീരുമാനം മാറ്റിയതിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്നു പെട്ടിട്ടുണ്ട്. ഇടി ശില്പമേ, നന്ദ പതിയെ ശില്പയെ ഒന്ന് തോണ്ടി വിളിച്ചു. എന്താടി? ഞാൻ ഡേവിഡിനോട് ചെയ്തത് മോശമായി പോയി അല്ലേ? അയ്യോ, തമ്പുരാട്ടിക്ക് ഇപ്പോഴാണോ അതിനെപ്പറ്റി ബോധം വന്നേ? ശില്പ ചുണ്ടൊന്നു കൂട്ടി. നന്ദ ആലോചനയോടെ നഖം കടിച്ചു. എനിക്ക് ഡേവിഡിനോട് ഒരു മാപ്പ് പറയണമായിരുന്നു. ഇനി നേരിട്ട് കാണുമോ എന്ന് പോലും അറിയില്ല. എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ ഞാൻ അവനോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കിപ്പോൾ അവനോട് മാപ്പ് പറയണം, അത്രയല്ലേ ഉള്ളൂ? ശില്പ എടുത്തു ചോദിച്ചു. അതെ, നന്ദ തലയാട്ടി. വഴിയുണ്ടാക്കാം. ശില്പ കണ്ണൊന്ന് ചിമ്മി ചിരിച്ചു. അതെങ്ങനെ? നന്ദയിൽ അതിശയഭാവം. അതിനൊക്കെ വഴിയുണ്ടാക്കാം. ശില്പ കണ്ണ് ചിമ്മി ചിരിച്ചു. നന്ദയുടെ അടുത്ത് നിന്ന് പോരുമ്പോഴേക്കും ശില്പ കയ്യിൽ കരുതിയിരുന്ന ഫോൺ അവളെ ഏൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നന്ദയോട് വിളിക്കാനും പറഞ്ഞു. അന്ന് രാത്രി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നന്ദ. കണ്ണടച്ചാലും തുറന്നാലുമെല്ലാം ഡേവിഡിൻ്റെ മുഖമാണ് നന്ദയ്ക്ക് മുമ്പിൽ. നന്ദ ആ കുഞ്ഞു കട്ടിലിൽ ചെരിഞ്ഞും ചാഞ്ഞും എല്ലാം കിടന്നു നോക്കി. ഉറക്കം വരുന്നില്ല. അതും ആ ഡേവിഡ് എന്ന് പറഞ്ഞവൻ കട്ടെടുത്തു കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് ശില്പ കൊടുത്ത ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നന്ദയുടെ കണ്ണുകൾ ഞൊടിയിടയിൽ ആ ക്ലോക്കിലേക്ക് പാഞ്ഞു. അതിൽ 2 മണി കഴിഞ്ഞിരിക്കുന്നു. ശില്പ മാത്രമേ ആ ഫോണിലേക്ക് വിളിക്കാനുള്ളൂ. നന്ദ വേഗത്തിൽ ഫോൺ എടുത്തു. നീ ഉറങ്ങിയോ? ശില്പയാണ്. ഇല്ല. നീ എന്താ ഈ നേരത്തെ വിളിച്ചേ? നീ ആ വാതിലൊന്ന് തുറന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ അതിന് പുറത്തുണ്ടോ? ഈ പാതിരാത്രിക്ക് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നന്ദ വെപ്രാളത്തോടെ ചോദിച്ചു. നിന്ന് കഥാപ്രസംഗം നടത്താതെ അതൊന്ന് തുറക്കെൻ്റെ നന്ദേ. ശില്പ അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. ഹലോ ഹലോ ഹലോ. ഷോ വെച്ചോ. ഈ പെണ്ണ് ഇതെന്തിനാ ഈ നേരത്തെ ഇവിടെ വന്നേ? നന്ദ ആലോചനയോടെ ആ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പുറത്തുള്ള അടുക്കളയോട് ചേർന്ന് ഒരു ചായ്പുണ്ട്. അതിലാണ് നന്ദയുടെ കിടപ്പ്. നന്ദ ഇവിടേക്ക് വന്ന നാളു മുതൽ അവിടെ തന്നെയാണ് കിടപ്പ്. അന്നൊക്കെ ഇരുട്ട് വീണാൽ നന്ദക്ക് ആകെ പേടിയായിരുന്നു. വീടിനുള്ളിൽ 3 മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിലും ആരും നന്ദയെ അങ്ങോട്ട് കയറ്റില്ല. നന്ദ ആലോചനയോടെ ആ വാതിൽ തുറന്നു. തൊട്ടടുത്ത നിമിഷം കാറ്റുപോലെ ഒരുത്തൻ അതിനുള്ളിലേക്ക് പാഞ്ഞു കയറി. നന്ദ പേടിച്ചുപോയി. ഉറക്കെ ഒന്ന് നിലവിളിക്കാൻ ഒരുങ്ങിയവളുടെ ചുണ്ടിൽ അവൻ കൈ ചേർത്തിരുന്നു. നന്ദ പിടയുന്ന മിഴികളോടെ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴേക്കും എതിരെ നിൽക്കുന്നവൻ അവളുടെ ചുണ്ടിൽ വെച്ച കൈ പിൻവലിച്ചിരുന്നു. ഡേവിഡ്. നന്ദ അവിശ്വസനീയമായി അവളെ ഒന്ന് നോക്കി. എവിടെ നിന്റെ അഭിമന്യു? ഡേവിഡ് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ നിൽപ്പും ചോദ്യവും കേട്ടപ്പോൾ നന്ദക്ക് മനസ്സിലായി അവൻ തന്നെ കളിയാക്കുകയാണെന്ന്. അഭി ഇവിടെ ഇല്ല, നന്ദ പതിയെ പറഞ്ഞു. യോ ഇല്ലേ? അത് മോശമായി പോയല്ലോ.
ഞാൻ വിചാരിച്ചു അവൻ നിന്നെ ഇപ്പോൾ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണെന്ന്. ഡേവിഡ് ചിരിയോടെ പറഞ്ഞു. നന്ദക്ക് ദേഷ്യം വന്നുപോയി. ഡേവിഡ് ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ അവന് നേരെ കണ്ണുരുട്ടി. നിനക്കെന്നോട് മാപ്പ് പറയണമെന്ന് കേട്ടു. എന്നാൽ പിന്നെ ആ മാപ്പ് കൈയോടെ വാങ്ങിയിട്ട് പോവാമെന്ന് കരുതി. ഡേവിഡ് ശില്പവുമായി ഇപ്പോഴും കൂട്ടാണോ? നന്ദ സംശയഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. ആണെങ്കിൽ ഡേവിഡ് ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് ചോദിക്കവേ നന്ദ പിന്നെ ഒന്നും മിണ്ടിയില്ല. ശില്പയെ കൈ കിട്ടിയ നല്ല 2 എണ്ണം കൊടുക്കണമെന്ന് നന്ദ മനസ്സിൽ കണക്കൂട്ടി. ഡേവിഡ് പോവാൻ നോക്ക്. അപ്പം മാപ്പ് പറയുന്നില്ലേ? ചോദിച്ചുകൊണ്ട് ഡേവിഡ് അവൾ ചാടി നിൽക്കുന്ന ആ ചുമരിലേക്ക് കൈകുത്തി നിന്നു. അത്രയും തൊട്ടടുത്താണ് അവൻ ഇപ്പോൾ നിൽക്കുന്നത്. നന്ദ പതിയെ അവനെ നോക്കി. സോറി. ചുണ്ടു ചുളുക്കി കണ്ണു ചുരുക്കിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു. ഡേവിഡ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഡേവിഡിന് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ? നന്ദയിൽ അതിശയം. എന്തിന്? ഡേവിഡ് ചിരിയോടെ ചോദിച്ചു. അഭയം തന്നതിന് പകരം നന്ദികേട് കാണിച്ചിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് പോന്നത്. അതിന് സാരമില്ല. ഒറ്റ വാക്കിൽ അവൻ ഉത്തരം ഒതുക്കി. അതെന്താ എന്നോട് ദേഷ്യം തോന്നാത്തത്? സാധാരണ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? നന്ദ പിന്നെയും ചോദിച്ചു. ഡേവിഡിന് പക്ഷേ അവൻ്റെ അളകനന്ദയോട് ദേഷ്യം തോന്നില്ല. അവൻ്റെ ആ പറച്ചിലിൽ, അവൻ്റെ ആ നോട്ടത്തിൽ, അവൻ്റെ ആ ഭാവത്തിൽ നന്ദയുടെ മേൽച്ചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞു. നന്ദ പരിഭ്രമിച്ച് നിൽക്കുന്നത് കാണെ ഡേവിഡ് മേൽച്ചുണ്ട് കടിച്ച് ചിരി അടക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് കൈയെത്തിച്ച് അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തൊട്ടു. നന്ദ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ഒരടി മാറാൻ ഒരുങ്ങുന്നതിന് മുന്നേ അവൻ കൈ പിൻവലിച്ചിരുന്നു. ഞാൻ പോകുന്നേ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. നന്ദ ആ തുറന്നിട്ട വാതിലിൽ ചാടി അവൻ ഇരുളിലേക്ക് മറയുന്നത് നോക്കി നിന്നുപോയി. ഇന്നേരം അത്രയും മറ്റൊരുവൻ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. അഭിമന്യു. അവൻ്റെ ഉള്ളിൽ അപ്പാടെ നന്ദയാണ്. രക്ഷപ്പെട്ടു പോവാമായിരുന്നിട്ടും താൻ ചെന്ന് വിളിച്ചപ്പോൾ മടിയേതും കൂടാതെ തൻ്റെ കൂടെ ഇറങ്ങി വന്നവൾ. ഏറ്റവും അവസാനം അവളെ നിമിഷയെ ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ അവൾ തന്നെ നോക്കിയ ആ ദയനീയമായ നോട്ടം. വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിൽ ഇത്രയധികം ദിവസം ഒരുമിച്ചുണ്ടായിട്ടും അവളെപ്പറ്റി അഭി ശ്രദ്ധിച്ചിട്ടേയില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അഭിയുടെ ചിന്തകൾ അപ്പാടെ നന്ദയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ നിമിഷയുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുമ്പോഴും അഭിയുടെ ഉള്ളിൽ നിറയെ നന്ദയെ ഒന്ന് കാണണം എന്നായിരുന്നു. വെറുതെ ഒന്ന് കണ്ടാൽ മതി അവന്. അവൾക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിഞ്ഞാൽ മതി. അഭി ആ മുറ്റത്തേക്ക് വണ്ടി ഒതുക്കുമ്പോൾ മാധവനും ഭാര്യ ജാനകിയും പത്രമെന്തോ വായിച്ചുകൊണ്ട് ഉമ്മറത്തിരിപ്പുണ്ട്. അഭിയെ കണ്ടപ്പോൾ ഇരുവരും തെളിഞ്ഞ മുഖത്തോടെ എഴുന്നേറ്റു. അവൻ ഇടയ്ക്കെല്ലാം നിമിഷയെ കാണാൻ ഇങ്ങനെ വരാറുണ്ട്. രണ്ടാൾക്കും ഇരുവീട്ടിലും പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. ആ മോൻ ഇന്ന് നേരത്തെയാണല്ലോ. ആ എങ്കിൽ ഓഫീസിൽ പോകണം. അതിനു മുമ്പേ നിമിഷയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അഭി ചിരിയോടെ പറഞ്ഞു. അവൾ ഉണർത്തിയിട്ടില്ലല്ലോ മോനെ. അതെനിക്കറിയാം. വെയിലടിച്ചാലേ അവൾ ഉണരത്തുള്ളൂ എന്ന് അഭി ചിരിയോടെ പറഞ്ഞു. ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. മുകളിലാണ് നിമിഷയുടെ മുറി. മുകളിലേക്ക് കയറും മുമ്പേ ആ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് അവൻ്റെ കണ്ണുകളൊന്ന് പാഞ്ഞു. അവിടെയായിരുന്നു നന്ദയുടെയും നിമിഷയുടെയും മുത്തശ്ശി കിടന്നിരുന്നത്. 1-2 വർഷങ്ങളായി തീർത്തും കിടപ്പിലായിരുന്നു അവർ. എന്നാലും താൻ അടുത്തേക്ക് ചെന്നാൽ കണ്ണു നിറച്ച് നോക്കും. സംസാരിക്കാനോ ദേഹം അനക്കാനോ ഒന്നും അവർക്ക് വയ്യായിരുന്നു. എന്നാലും എന്തൊക്കെയോ പറയാനുള്ള പോലെ തന്നെ ഇങ്ങനെ നോക്കും. മരിച്ചിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. അഭിമന്യു ഒരു ദീർഘനിശ്വാസത്തോടെ മുകളിലേക്ക് കയറി. നിമിഷയുടെ മുറിയുടെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു അന്നേരം. അഭി അതിലേക്ക് കടന്നു ചെന്നതും മുന്നിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ചൂട് ചായ നന്ദയുടെ മുഖത്തേക്ക് വീശിയൊഴിച്ച നിമിഷ. മുഖം പൊത്തി ഉറക്കെ കരയുന്ന നന്ദ. അഭിമന്യു നിമിഷയെ തുറിച്ചു വെച്ച് നോക്കി. ഇതുപോലെ ഒരു നിമിഷയെ അഭിക്ക് പരിചയമില്ല. അവളുടെ നോട്ടം, അവളുടെ ആ ഭാവം, ക്രൂരതയുടെ പര്യായമായ മുഖം. നിമിഷയെക്കുറിച്ച് അഭിക്കൊരു സങ്കല്പമുണ്ട്. എല്ലാവരോടും മാന്യമായി ഇടപഴകുന്ന ഒരു പെൺകുട്ടി. ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാത്തവൾ. അത്രയും സൗമ്യതയോടെ മാത്രം സംസാരിക്കുന്നവൾ. അത് അഭിയുടെ സങ്കല്പം മാത്രമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു നിമിഷ അഭിനയിച്ചു ഫലിപ്പിച്ചിരിക്കുന്നത്. അഭി നന്ദയെ നോക്കി. അവൾ മുഖം ഷാളിൽ തുടച്ചുകൊണ്ട് വിങ്ങിക്കരയുകയാണ്. ഒന്ന് പ്രതികരിക്കുക പോലും കൂടാതെ അത് നിന്ന് വിങ്ങിക്കരയുകയാണ്. എന്തുകൊണ്ട് നന്ദ പൊട്ടിത്തെറിക്കുന്നില്ല? എന്തുകൊണ്ട് അവൾ പ്രതികരിക്കുന്നില്ല? അഭി സത്യവും നുണയും വേർതിരിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അന്നേരം. ആ നിമിഷമാണ് നിമിഷയുടെ ശ്രദ്ധ വാതിൽക്കൽ നിൽക്കുന്ന അഭിയിലേക്ക് നീണ്ടത്. നിമിഷ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. പരിഭ്രമത്തോടെയുള്ള നിമിഷയുടെ നിൽപ്പ് കാണെ ഒരു നിമിഷം
നന്ദയും അങ്ങോട്ട് നോക്കിപ്പോയി. തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന അഭിമന്യു. നന്ദ ഒന്നും മിണ്ടാതെ ആ ഒഴിഞ്ഞ ചായക്കപ്പും എടുത്തുകൊണ്ട് വേഗത്തിൽ അവനെ മറികടന്ന് താഴോട്ടോടി. നന്ദ അങ്ങ് പോയതും അവൻ്റെ കണ്ണുകൾ നിമിഷയിൽ തടഞ്ഞു. ഈ സാഹചര്യത്തിൽ അവനോട് എന്തു നുണ പറയും എന്നൊരാലോചനയിലായിരുന്നു നിമിഷ അന്നേരം. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്. താങ്ക് യു.